മലയാളം വ്യാകരണത്തിൽ നിന്നുള്ള ചോദ്യമാണ് ഗുരു പ്ലസ് ഉപദേശം. വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. കാരണം ഇത് നമ്മൾ തെറ്റിദ്ധരിക്കപ്പെടാം. ഗുരോപദേശം എന്നുള്ള ഒരു ഓപ്ഷനിലേക്ക് നമ്മൾ പോകാൻ സാധ്യതയുണ്ട്. എന്നാൽ ഗുരോപദേശമല്ല അതിന്റെ ആൻസർ എന്ന് പറയുന്നത്. ഒന്ന് ശ്രദ്ധിക്കണം, ഇത് സംസ്കൃത സന്ധിയിൽപ്പെടുന്ന ഒരു ചോദ്യമാണ്. സംസ്കൃത സന്ധിയിൽ തന്നെ സവർണ ദീർഘസന്ധി എന്നാണ് അതിന്റെ പേര്. നോക്കാം, അതിൽ പറയുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമാനമായിട്ടുള്ള രണ്ട് ഹ്രസ്വസ്വരങ്ങൾ ചേർന്ന് കഴിഞ്ഞാൽ അതിന്റെ ദീർഘസ്വരമാവുമെന്നും സമാനമായ ഒരു ഹ്രസ്വസ്വരവും ഒരു ദീർഘസ്വരവും ചേർന്നാലും അതിന്റെ ദീർഘസ്വരമാവുമെന്നും സമാനമായിട്ടുള്ള രണ്ട് ദീർഘസ്വരങ്ങൾ ചേർന്നാലും അതിന്റെ ദീർഘസ്വരമാവുമെന്നുമാണ് അതിൽ പറയുന്ന കാര്യം. അങ്ങനെയാണെങ്കിൽ ഈ ചോദ്യം വെച്ച് നോക്കിയാൽ ഗുരു എന്ന് അവസാനിക്കുന്നത് ഉ എന്ന ഹ്രസ്വസ്വരത്തിലാണ്. അതേ ഹ്രസ്വസ്വരത്തിലാണ് ഉപദേശം എന്നുള്ള വാക്ക് തുടങ്ങുന്നത്. അപ്പൊ ഈ രണ്ട് ഹ്രസ്വസ്വരങ്ങൾ ഒന്നിച്ചു ചേരുമ്പോൾ അതിന്റെ ദീർഘസ്വരമാവും എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഗുരൂപദേശമാണ്. കാരണം ഈ വാക്കിലാണ് ഈ രണ്ട് ഹ്രസ്വസ്വരങ്ങൾ ഒന്നിച്ചു ചേരുമ്പോൾ അതിന്റെ ദീർഘസ്വരമായി മാറിയിരിക്കുന്ന ഒരു ശബ്ദമുള്ളത്.